മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയുടെയും കണ്ണന്റെയും കുഞ്ഞിന്റെ നൂലുകെട്ട ദിവസം മോഹിനിയാണെങ്കിൽ പ്രതാപനെയും മുത്തശ്ശിയെയും ദേഷ്യം കയറ്റിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഈ സമയം പ്രതാപന്റെ ഫോണിലേക്ക് കരുണയുടെ ഫോൺ കോൾ വരികയാണ്. മോളെ, എന്താ വിളിച്ചേ? എന്താ വിളിച്ചെന്നോ? അവരുടെ കുഞ്ഞിന്റെ നൂലുകെട്ടാണ്. സന്തോഷം മാത്രമേ ഉള്ളൂ അവർക്ക്. നൂലുകെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തായി തന്നെ അവളെയും കുഞ്ഞിനെയും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം. എനിക്ക് മാത്രം സന്തോഷിക്കാൻ ഒരു വകയുമില്ല. അവർക്കുള്ള സന്തോഷത്തിന്റെ 10% പോലും ഞാൻ അനുഭവിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് പ്രതാപനാണെങ്കിൽ മുത്തശ്ശിക്ക് ഫോൺ കൊടുക്കുകയാണ്. എന്താ മോളെ, എന്താ കാര്യം? മുത്തശ്ശി, നിങ്ങൾക്ക് ആകെ ഒരേ ഒരു കൊച്ചുമോളേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് അച്ഛനും. ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ ഇന്നത്തെ ദിവസം ആ മഹാലക്ഷ്മിക്കും കണ്ണനും ദുഃഖിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയേ മതിയാകൂ. അല്ലെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ കരയുന്നു. എന്നിട്ട് ഫോൺ വെക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപ, എന്താടാ നമ്മൾ ചെയ്യാം? ചെയ്തു കഴിഞ്ഞു ആ മാർക്കോയാണെങ്കിൽ നിന്നെയും എന്നെയും മോളെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ, അമ്മേ, അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നമുക്കാകെ നമ്മുടെ സമ്പാദ്യവും സന്തോഷമൊക്കെ തന്നെ നമ്മുടെ മോളാണ്. അവൾ സന്തോഷിക്കുന്നത് പോലെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അതിനുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയേ മതിയാകൂ. ഇന്നത്തെ ദിവസം കളർ ആവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ പലതും തീരുമാനിക്കുകയാണ്. അങ്ങനെ ഉണ്ണിക്കും ഇരുന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. അവനാണെങ്കിൽ എന്തൊക്കെയൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. പക്ഷെ ആ ഇരുന്ന ഇരിപ്പിലൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ സങ്കടമാണ് അവനുള്ളത്. ദുർഗയാവട്ടെ ഇന്നത്തെ ദിവസം ഒരു അനിഷ്ടങ്ങളും സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കരുണയെയും അതുപോലെ പ്രതാപനെയും വാമദേവനെയും ആരെയും തന്നെ തീരെ വിശ്വാസമില്ല. കരുണയാണ് ദുർഗയ്ക്ക് ഏറെ സംശയം. ഒരിക്കലും അവൾക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയില്ല എന്നും അച്ഛൻ പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ഉറപ്പായിട്ടും എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന് ദുർഗയ്ക്ക് ഉറപ്പുണ്ട്. അങ്ങനെ നൂലുകെട്ടിന്റെ ആഘോഷങ്ങളൊക്കെ തന്നെ വളരെ തകൃതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മഞ്ജു ആണെങ്കിൽ എല്ലാവരോടും കൂടിയിട്ടായിട്ട് പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം കുളമാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അങ്ങനെയുള്ള അസുര ജന്മങ്ങളാണ് പുറത്തു നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അലേർട്ടായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും സൂക്ഷിക്കാൻ മുൻകൂട്ടി നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. കാത്തിരിക്കാം ഇന്നത്തെ കിഡിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.